Okay, first problem നോക്കിയോ. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു 30 cm ഡയമീറ്റർ വെല്ല് പറഞ്ഞിട്ടുണ്ട്. അത് പെനിട്രേറ്റ്സ് 20 മീറ്റർ ബിലോ ദി സ്റ്റാറ്റിക് വാട്ടർ ടേബിൾ. സോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 20 മീറ്റർ സ്റ്റാറ്റിക് വാട്ടർ ടേബിളിൽ നിന്നും ഫസ്റ്റാണ് നമ്മുടെ വാട്ടർ ടേബിളിൽ, അതിൽ നിന്നും 20 മീറ്റർ താഴേക്ക് നമ്മുടെ ഒരു വെല്ല് പെനിട്രേറ്റ് ചെയ്യും. അപ്പോൾ വാട്ടർ ടേബിളിന് താഴേക്ക്, വാട്ടർ ടേബിളാണ് ഇതിൻ്റെ ടോപ്പ് സർഫസ്. അങ്ങനെയാണ് നമ്മുടെ വെല്ല് അല്ലെങ്കിൽ നമ്മുടെ അക്വിഫയർ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് അക്വിഫയർ ആണ്? അൺകൺഫൈൻഡ് അക്വിഫയർ അല്ലേ, കാരണം വാട്ടർ ടേബിൾ ആണ് ഇവിടെ ടോപ്പ് സർഫസ് ആയിട്ട് പറയുന്നത്. സോ ടോപ്പ് സർഫസിൽ നിന്നും 20 മീറ്റർ ബിലോ, 20 മീറ്റർ ആണ് ഇപ്പോൾ ഇതിൻ്റെ ഹൈറ്റ്. എച്ച് എന്ന് പറയുന്നത് 20 മീറ്റർ. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ആഫ്റ്റർ 24 hours ഓഫ് പമ്പിങ് അറ്റ് ദ റേറ്റ് ഓഫ് 4000. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ അതിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് പമ്പിങ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 44,000 ലിറ്റേഴ്സ് പെർ മിനിറ്റ്. അത്രയും നമ്മൾ പമ്പ് ചെയ്തെടുക്കുകയാണ് എങ്കിൽ എത്രയാണ് നമ്മൾ പമ്പ് ചെയ്തെടുക്കുന്നത് ഇതിൽ നിന്ന്. ദെൻ വേറെ രണ്ട് കണ്ടീഷൻ കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടെസ്റ്റ് വെൽ ഇവിടെ നിന്നും ഒരു 6 ഡിസ്റ്റൻസ് മാറി ഒരു ടെസ്റ്റ് വെല്ലുണ്ട്. ഓക്കെ, ആ ടെസ്റ്റ് വെല്ലിൽ അത് നമ്മൾ 85 മീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ 85 മീറ്റർ മാറിയിട്ടുള്ള ടെസ്റ്റ് വെൽ, ആ ടെസ്റ്റ് വെല്ലിലെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത്, ഇത് ഇനിഷ്യൽ വാട്ടർ ടേബിൾ ആയിരുന്നു. അപ്പം പമ്പിങ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ വാട്ടർ ലെവൽ പതുക്കെ താണു അല്ലേ. അപ്പോൾ അവിടുത്തെ ഇനിഷ്യൽ വാട്ടർ ലെവൽ താഴ്ന്നത് എത്രയാണ്? 0.48. അതായത് അവിടുത്തെ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് 0.48 മീറ്റർ ആണ്. അതുപോലെ തന്നെ വേറൊരു വെല്ലിൻ്റെ കേസും പറയുന്നുണ്ട്. മെയിൻ വെല്ലിൽ നിന്നും 35 മീറ്റർ മാറി വേറൊരു വെല്ല്, മെയിൻ വെല്ലിൽ നിന്ന് 35 മീറ്റർ മാറി വേറൊരു വെല്ലിൻ്റെ കേസ് പറയുന്നുണ്ട്. അവിടുത്തെ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഫസ്റ്റ് വെല്ലിൻ്റെ ഡ്രോ ഡൗൺ 0.48 ആണ്. സെക്കൻഡ് വെല്ലിൻ്റെ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് 1 മീറ്റർ. ദാറ്റ് ഈസ് H1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? 20 മൈനസ് 0.48 ആൻഡ് H2 എന്ന് പറയുന്നത് 20 മൈനസ് 1. നമ്മളിത് ഫസ്റ്റ് ക്ലാസ് ചെയ്ത ടൈപ്പ് പ്രോബ്ലം തന്നെയാണ്. നമുക്ക് ഇത്രയും തന്നിട്ടുണ്ട്. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ദ അക്വിഫയർ T കണ്ടുപിടിക്കണം. പിന്നെ അതുപോലെ തന്നെ മെയിൻ വെല്ലിൻ്റെ ഡ്രോ ഡൗണും കണ്ടുപിടിക്കണം. ഇത് രണ്ടുമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ബാക്കി ക്യാപിറ്റൽ R, K അതിൻ്റെ കേസ് ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ 4000 ആണ്. സോ ഇവിടെ നിന്നും 4000 ആണ് പോയിരിക്കുന്നത്. ദാറ്റ് ഈസ് എല്ലായിടത്തെയും ഡിസ്ചാർജ് എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ. എല്ലാ വെല്ലിലും ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത പോലെ തന്നെ Q1 = Q2 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1.36 × K × H മൈനസ്, നമ്മൾ ഇക്വേഷൻ പഠിച്ചതല്ല നിങ്ങൾ, H മൈനസ് H² ഡിവൈഡഡ് ബൈ log to the base 10 capital R/R1 is equal to, അടുത്ത വെല്ലിൻ്റെ നോട്ടിഫിക്കേറ്റ് ചെയ്യാം, K × H² മൈനസ് H², ഇത് H1 ആണെങ്കിൽ ഇത് H2 ഡിവൈഡഡ് ബൈ log to the base 10 R/R2. അപ്പോൾ ഇത് ഈ രണ്ട് ടെസ്റ്റ് വെല്ലിൻ്റെ വാല്യൂസ് ആണ് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ കിട്ടും, റേഡിയസ് ഓഫ് ഇൻഫ്ലുവൻസ് കിട്ടും അല്ലേ. ഇനി റേഡിയസ് ഓഫ് ഇൻഫ്ലുവൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിലേക്ക്, ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കെയുടെ വാല്യൂ കിട്ടും അല്ലേ. കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് പിന്നെ ട്രാൻസ്മിസിബിലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? T = K × H ആണ്. Hൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ K × H ചെയ്യുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ട്രാൻസ്മിസിബിലിറ്റി കിട്ടും. ഇനി നമ്മളോട് ഓൾസോ ഡിറ്റർമിൻ ഡ്രോ ഡൗൺ ഓഫ് ദി മെയിൻ വെൽ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, നമ്മുടെ മെയിൻ ഇക്വേഷൻ, നമ്മുടെ Q discharge = 1.36 × K × H² മൈനസ് H² ഡിവൈഡഡ് ബൈ log to the base 10 R/R. മെയിൻ വെല്ലിൻ്റെ തന്നെ കൊടുക്കുക. കൊടുത്തതിന് നമുക്ക് അതിനകത്ത് മെയിൻ വെല്ലിൻ്റെ സ്മോൾ h കിട്ടും. അങ്ങനെയാണെങ്കിൽ S എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ H മൈനസ് സ്മോൾ h, S കിട്ടി. അപ്പോൾ ഈ രീതിയിൽ ഈ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഈ പ്രോബ്ലം നോക്കിയാൽ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊരു റെക്യുപ്പറേഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാണ്. അത് കണ്ടക്ട് ചെയ്തപ്പം ഫോളോയിങ് വാട്ടർ ലെവൽസ് ഒക്കെ നമ്മളവിടെ നോട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഇനിഷ്യൽ വാട്ടർ ടേബിൾ ലെവൽ. അപ്പോൾ നമ്മളൊരു വെല്ല് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു ഗ്രൗണ്ടിലൊരു വെല്ല് കൺസിഡർ ചെയ്യുകയാണ്. അവിടുത്തെ ഇനിഷ്യൽ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 250 മീറ്റർ ആണ്. ദെൻ വെൻ പമ്പിങ് സ്റ്റോപ്ഡ്, പമ്പിങ് നടത്തി, പമ്പിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഈ വാട്ടർ ലെവൽ എത്രയിലേക്ക് പോയി? 243 മീറ്ററിലേക്ക് താന്നു. അത് കഴിഞ്ഞ് നമ്മൾ 2 hour ഇൻ്റർവെൽ കൊടുത്തു. 2 hour ഇൻ്റർവെൽ കൊടുത്തപ്പോൾ ഇത് അഗെയിൻ റൈസ്ഡ് ടു 245 റൈസ് ആയി. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇത് റൈസ് ആവാനായിട്ട് എടുത്ത ടൈം എന്ന് പറയുന്നത് 2 hour ആണ്. നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്?
H1 തന്നിട്ടുണ്ട്, then പമ്പിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് 2 അവർ കഴിഞ്ഞിട്ടുള്ള വാല്യൂ H2 തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് സേഫ് yield. ക്യൂവിൻ്റെ വാല്യൂ yield കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? വർക്കിംഗ് ഹെഡ് എന്ന് പറയുന്നത് 3 മീറ്ററും തന്നിട്ടുണ്ട്. ദെൻ ഡയമീറ്റർ തന്നിട്ടില്ല, ജസ്റ്റ് അസ്യൂം ഡയമീറ്റർ എന്ന് പറയുന്നത് 5 മീറ്റർ ആണ് അസ്യൂം ചെയ്യുക. ഓക്കെ, ഡയമീറ്റർ 5 മീറ്റർ ആണ് അസ്യൂം ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, സോ യു ആർ അസ്യൂമിങ് ഡയമീറ്റർ D is equal to 5 മീറ്റർ ആണ് വെല്ലെന്നുള്ളത് അസ്യൂം ചെയ്യുക. തന്നിട്ടില്ല ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണ് 5 മീറ്റർ ആണെന്നുള്ളത്. അങ്ങനെയാണ് എങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം K/A ആദ്യം കണ്ടുപിടിക്കണം അല്ലേ? K/A എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു? 2.303/T into log to the base 10 H1/H2 എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. 2.303/T ടൈം 2 അവർ എടുത്തായിരുന്നു, 2 അവറിൽ തന്നെ കൺവേർഷൻ ഒന്നും വേണ്ട. ഇൻറ്റു log to the base 10 H1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 250 നിന്നും 243ലേക്ക് താങ്ങും, ദാറ്റ് ഈസ് 7 ഡിവൈഡഡ് ബൈ 250 മൈനസ് 245 എത്ര വരും? 5 മീറ്റർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? K/A വാല്യൂ കിട്ടും. ഇനി Q കിട്ടാൻ എന്ത് ചെയ്താൽ മതി? K/A ഇൻറ്റു A ഇൻറ്റു H. K/A ഇവിടുന്ന് കിട്ടും, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 മീറ്റർ ഡയമീറ്റർ അസ്യൂം ചെയ്തു, സോ 5 സ്ക്വയർ ഇൻറ്റു H എന്ന് പറഞ്ഞാൽ 3 മീറ്റർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. സിമ്പിൾ പ്രോബ്ലം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കി. നെക്സ്റ്റ് പ്രോബ്ലം സെയിം തന്നെയാണ്, ഓപ്പൺ വെല്ലിൻ്റെ തന്നെയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഫൈൻ സാൻഡി സബ്സോയിൽ ഫോർമേഷൻ ആണ്. അതിന് ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q എന്ന് പറയുന്നത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന വാല്യൂ Q is equal to 0.004 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡിപ്രഷൻ ഹെഡ്, അവിടുത്തെ ഡിപ്രഷൻ ഹെഡ് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദി വെൽ. നമുക്ക് ഡയമീറ്റർ ഓഫ് ദി വെൽ എന്ന് കണ്ടുപിടിക്കണം. K/A സാൻഡി സോയിൽ K/A വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 0.5 മീറ്റർ ക്യൂബ് പെർ അവർ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, 0.5 പെർ അവർ ആണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡയമീറ്റർ ഓഫ് ദി വെൽ കണ്ടുപിടിക്കണം. സിമ്പിൾ പ്രോബ്ലം. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം നമ്മുടെ ക്യൂവിൻ്റെ ഇക്വേഷൻ. Q എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? K/A ഇൻറ്റു A ഇൻറ്റു H ആണ് ഇക്വേഷൻ. എല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? Q എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 0.004 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ്. അപ്പോൾ നമ്മൾ അതിന് ആദ്യം എന്ത് ചെയ്യണം? അവറിലേക്ക് മാറ്റുക. അവറിലേക്ക് മാറ്റുമ്പോൾ 0.004 ഇൻറ്റു പെർ സെക്കൻഡ് ആണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ 60 ഇൻറ്റു 60 മേളിലേക്ക് വരും. എത്രയാണ് കിട്ടുന്നത് നോക്കാം. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. K/A വാല്യൂ 0.5 തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് നമ്മൾ π/4 × d². D ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇൻറ്റു H എന്ന് പറയുന്നത് 4 മീറ്റർ തന്നിട്ടുണ്ട്. സോ ഇക്വേഷൻ സോൾവ് ചെയ്യുക, ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതാണ് പ്രോബ്ലം. സിമ്പിൾ പ്രോബ്ലം ആണ്. നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക എത്ര ആൻസർ വരുന്നുള്ളത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ ഇത് അസൈൻമെൻ്റ് ആയിട്ടാണ് ഞാൻ തരുന്നത്. സോ അസൈൻമെൻറ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺഫൈൻഡ് അക്വിഫയർ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കൺഫൈൻഡ് അക്വിഫയർ. എന്താണ് കൺഫൈൻഡ് അക്വിഫയർ എന്ന് എഴുതുക, അതിൻ്റെ ഡെറിവേഷൻ. നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്താണ് അല്ലെ? ക്യൂവിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്താണ്. സോ ആ ഡെറിവേഷൻ ഇൻ്റഗ്രേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള ആ ഡെറിവേഷനും കൂടെ എഴുതി വെക്കാം. അസൈൻമെൻ്റ് ആണ്, അപ്പോൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ എഴുതി വെക്കുക. ഇനി 2 ക്വസ്റ്റ്യനുകൾ വരും, അത് ഞാൻ പുറകെ തരാം ഇതുപോലെ. സോ അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നീറ്റായിട്ട് എഴുതണം, എല്ലാവരും ചെയ്യണം. ഈ ഒരു അവർ നിങ്ങൾക്ക് തരുന്നുണ്ട്, പിന്നീട് നിങ്ങൾക്ക് എഴുതാൻ ടൈം ഇല്ല എന്ന് പറയരുത്. ഈ ഒരു അവറിൽ ഇരുന്നിട്ട് ഈ പ്രോബ്ലംസും ചെയ്തു. ഓക്കെ.